ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ഗേ, ഹോമോസെക്ഷൽ, ബൈസെക്ഷൽ അങ്ങനത്തെ ഒരുപാട് ടേംസ് ഇപ്പോൾ സൊസൈറ്റിയിൽ യൂസ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ആ ടേംസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. കൂടാതെ തന്നെ നമ്മൾ LGBT കമ്മ്യൂണിറ്റിയെ പിന്തുണയ്ക്കുന്നുണ്ട്, അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും വേറെ കുറച്ച് പേര് അക്സെപ്റ്റ് ചെയ്യാതെ നിൽക്കുന്നവരും ഉണ്ട് സൊസൈറ്റിയിൽ. ഓക്കെ, അപ്പോൾ എന്നാലും മുമ്പത്തേക്കാല് നോക്കുമ്പോൾ ഒരുപാട് ഭേദമാണ് ഇന്ന് അവരുടെ സ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോകത്ത് തന്നെ, ഈ വേൾഡിൽ തന്നെ 29 കൺട്രീസിൽ ഗേ മാരേജസ് അക്സെപ്റ്റബിൾ ആണ്, ലീഗലൈസ്ഡ് ആണ്. ഇന്ത്യയിലും ഒരുപാട് ഗേ മാരേജസ് നടക്കുന്നുണ്ട്, പക്ഷെ ഇതുവരെ ലീഗലൈസ്ഡ് ആയിട്ടില്ല. പക്ഷെ ഒരുപാട് ഗേ മാരേജസ് നടക്കുന്നുണ്ട്. അവർക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. മുമ്പത്തെ കാലം പോലെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ തന്നെ ഒരുപാട് യൂട്യൂബ് ചാനൽ ഉണ്ട്. ഈ ട്രാൻസ്ജെൻഡേഴ്സ് ആയാലും ഗേ കപ്പിൾസിന്റെ ആയാലും ഒരുപാട് യൂട്യൂബ് ചാനലുണ്ട്. നമുക്ക് തന്നെ അതൊക്കെ കാണാവുന്നതാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പൊ ഈ ടോപ്പിക് എടുത്തിടാൻ എന്താ കാരണം എന്നല്ലേ. വേറെ ആരുമല്ല കാരണം, നമ്മുടെ ചെമ്മീൻ എഴുതിയ ഒരു മഹാനായ എഴുത്തുകാരനാണ് അതിന് കാരണം. അതായത് നമ്മുടെ തകഴി ശിവശങ്കര പിള്ള. അദ്ദേഹം നമ്മോട് വിട പറഞ്ഞത് 1999, അതായത് 25 വർഷമായി. പക്ഷെ അന്ന് അദ്ദേഹം ഒരു നോവൽ എഴുതിയിരുന്നു, അതാണ് തകഴിയുടെ പെണ്ണ്. ഈ നോവൽ എൻ്റെ കണ്ണിൽപ്പെട്ടു, ഞാൻ അത് വായിച്ചു. അതിലൊരു പ്രധാന കഥാപാത്രമായ സുമതിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ചത്. ഒന്നിനും കൊള്ളാത്ത ഒരുത്തിയാണ് സുമതി എന്നാണ് തകഴി ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. സുമതി ഒരു ഭാര്യയാണ്, ഒരു കുഞ്ഞിന്റെ അമ്മയാണ്. എന്നാലും ലൈഫ് എന്താണെന്നോ ജീവിതം എന്താണെന്നോ അവർക്ക് ഇതുവരെ അറിയുന്നില്ല. ഒരു റോബോട്ടിക് ലൈഫ് പോലെ ജീവിച്ചു പോകുന്നു. ചോറുണ്ടാക്കുന്നു, കറി ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. ഇതായിരുന്നു സുമതിയുടെ റൊട്ടീൻ എന്ന് പറയുന്നത്. അപ്പോഴാണ് സുമതിയുടെ ഭർത്താവ് ദിവാകരൻ സുമതി ഉപേക്ഷിച്ച് എങ്ങോട്ടോ പോകുന്നു. ആ സമയത്താണ് അവർ സ്ട്രഗിൾസ് അനുഭവിക്കാൻ തുടങ്ങിയതും. അപ്പോഴാണ് വേറൊരു മുഖ്യ കഥാപാത്രമായ സഹോദര തുല്യനായിട്ട് വരുന്ന ഒരു കഥാപാത്രമാണ് കള്ളൻ പരമൻ എന്ന് പറയുന്നത്. പരമൻ സുമതിയുടെ ഉള്ളിലെ സ്ത്രീയിൽ ഒരു സ്പാർക്ക് ഉണർത്തുന്നു എന്നുള്ളതാണ്, ഒരു വാശി കയറ്റുന്നു എന്നുള്ളതാണ്. ഒരു ചിലപ്പോ ഒരു സ്പാർക്ക്, ഒരു ഇത് നമുക്ക് ചെയ്യണം, ഇത് നിങ്ങൾ ചെയ്തേ പറ്റൂ എന്നുള്ളൊരു കോൺഫിഡൻസ് സുമതിക്ക് കൊടുക്കുകയാണ്, മോട്ടിവേഷൻ ചെയ്യുകയാണ്. അങ്ങനെ സുമതിയിൽ ആദ്യമായി തനിക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റും, തനിക്കും ജോലിക്ക് പോകാൻ പറ്റും, തനിക്കും ജോലി ഊർജ്ജസ്വലമായി ചെയ്യാൻ പറ്റുമെന്ന രീതിയിലോട്ട് ഈ കള്ളൻ പരമൻ കാരണം സുമതി അങ്ങനെ ഒരു ക്യാരക്ടറായി മാറുകയായിരുന്നു. യൂസ്ലെസ്സിൽ നിന്നുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ്. അതുപോലെ തന്നെ വേറൊരു മുഖ്യ കഥാപാത്രമാണ് ഗൗരിക്കുട്ടി എന്ന് പറയുന്നത്. എത്രയൊക്കെ പറഞ്ഞാലും ഒരു ഭാര്യ ആയിരുന്നാലും അല്ലെങ്കിൽ ഒരു കുഞ്ഞിന്റെ അമ്മയായിരുന്നാലും ശരി തന്നെ, സുമതിക്ക് പക്ഷെ വികാരങ്ങൾ എന്താണെന്ന് വികാരങ്ങൾ ഇതുവരെ ഉണർന്നിരുന്നില്ല. അത് ഉണർത്താൻ പറ്റിയത് ഗൗരിക്കുട്ടിക്ക് മാത്രമാണ്, ഒരു സ്ത്രീയായ ഗൗരിക്കുട്ടിക്ക് മാത്രമാണ്. അവര് അനുരാഗത്തിൽ ഏർപ്പെടുന്നു. എന്തും ഗൗരിക്കുട്ടിക്ക് വേണ്ടി സുമതിയും സുമതിക്ക് വേണ്ടി ഗൗരിക്കുട്ടിയും എന്തും ചെയ്യുമെന്നുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റിലേക്ക് ആവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ ഗൗരിക്കുട്ടി ആയാലും സുമതി ആയാലും സുമതിക്കൊരു ഭർത്താവുണ്ട്, അതുപോലെ തന്നെ ഗൗരിക്കുട്ടിയുമായി അനുരാഗത്തിലുമാണ്. അപ്പോ ഈ ഒരു ക്യാരക്ടർ ഒരു ബൈസെക്ഷുവാലിറ്റി കാണിക്കുകയാണ്. ആണിനോടും, അതായത് ആണിനോടും പെണ്ണിനോടും ഒരുമിച്ച് ഒരു ഇഷ്ടം തോന്നുന്നു എന്നുള്ളതാണ്. ദിവാകരന്റെ ഭാര്യയാണ് സുമതി എന്ന് പറയുന്നത്. പക്ഷെ അതേസമയം ഗൗരിക്കുട്ടി എന്ന് പറയുന്നത് സുമതിയുടെ ഒരു ലവർ എന്ന രീതിയിലുള്ള ഒരു കഥാപാത്രമാണ്. അതേപോലെ തന്നെയാണ് ഗൗരിക്കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ ഗൗരിക്കുട്ടി വേശ്യാവൃത്തി നടത്തുന്ന ഒരു സ്ത്രീയാണ്. ആ സ്ത്രീക്ക് സുമതി എന്നൊരു മറ്റൊരു സ്ത്രീയോട് തോന്നുന്ന ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്, ഒരു ഫീലിങ്സ്, ഒരു വികാരം എന്ന് പറയുന്നത് ആണ് ഇവിടെ തകഴി നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത്. ഒരു പെണ്ണിന്റെ മനസ്സ് കലിഡോസ്കോപ്പിലൂടെ ഒപ്പിയെടുത്ത് അതിന്റെ ഓരോ ഇഞ്ചും ഓരോ
കണിക പോലും നമുക്ക് ഈ ബുക്കിലൂടെ തകഴി കാണിച്ചു തരാണ് ചെയ്യുന്നത്. കൂടുതൽ ഞാൻ കഥയൊന്നും പറയുന്നില്ല, ഇത്ര മാത്രമാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും തകഴിയുടെ പെണ്ണ് ഒന്ന് വായിച്ചു നോക്കുക. ഇൻട്രസ്റ്റിംഗ് ആണ്, ഇൻട്രസ്റ്റ് വരുമെന്ന് എനിക്കും തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. താങ്ക് യു.